ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന പലയിടങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണല്ലോ അത് വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഇന്നലെയും നമ്മൾ കണ്ടു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒരു വിരുന്ന് നടത്തുന്നു. അതിൽ സഭാ നേതൃത്വം ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഒരു ദേവാലയത്തിൽ ചെല്ലുന്നു, പള്ളിയിൽ ചെല്ലുന്നു, അവിടെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. കൂടാതെ JP നഡ്ഡയുടെ നേതൃത്വത്തിൽ അങ്ങനെ മുതിർന്ന നേതാക്കളൊക്കെ ഒരു ഭാഗത്ത് അതും ചെയ്യുന്നുണ്ട്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യം, ഇതിന് പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ളത്, അത് സംഘപരിവാറാണ് എന്നൊരിക്കലും അവർ സമ്മതിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഇന്ന് ഉപയോഗിച്ച വാക്ക് ചില വട്ടുള്ളവർ ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ തലയിലേക്ക് ഇടണ്ട എന്നാണ്. ഇതിന് പിന്നിലുള്ള അജണ്ട എന്ത് എന്ന് പരിശോധിക്കും. ഇതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സഭ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇതിൽ അവർ തീർത്തും ഇതിൽ നിരപരാധികളാണെന്നോ അല്ലെങ്കിൽ നിഷ്കളങ്കരാണെന്നോ ഈ വിഷയത്തിൽ ഇതിൽ BJPക്ക് ഇതിൽ ഒരു പങ്കുമില്ല, ഇങ്ങനെ വിരുന്നും നയതന്ത്രവും ഒക്കെ അത് ആ തരത്തിലേക്ക് ആ കാണിക്കുന്ന മുഖം തന്നെയാണ് എന്ന് ആണോ സഭ അതിനെ കണക്കാക്കുന്നത്? എങ്ങനെയാണ്? താങ്ക് യു മാഡം. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ക്രിസ്മസ് നമ്മളൊരു സമ്മാനങ്ങളുടെ സമയമാണല്ലോ. അപ്പോൾ അതനുസരിച്ച് പറഞ്ഞാൽ ഈ സമയത്ത് ഞങ്ങൾക്ക് വളരെ റയറസ്റ്റ് ഓഫ് ദ റയർ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയാവുന്ന ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഒരു 10ഓളം സമ്മാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ക്രൈസ്തവർക്ക് കിട്ടിയതിൻ്റെ ഒരു കണക്ക് കാത്തലിക് കണക്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, രാജസ്ഥാനിൽ ഡിസംബർ 14 ഒരു കത്തോലിക്ക ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ അതിക്രമം അഴിച്ചുവിട്ട ഒരു സംഭവം ഉണ്ടാകുന്നു. പാലക്കാട് ക്രിസ്മസ് കരോളിനെ കുറിച്ചുള്ളത് നമുക്കറിയാം. ഹരിദ്വാറിൽ ഒരു ക്രിസ്മസ് ആഘോഷം ഒരു ഹോട്ടലിൽ നടത്തുമ്പോൾ അത് വിശുദ്ധ സ്ഥലമാണ്, മറ്റു മതങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് തടസ്സപ്പെടുത്തിയ സംഭവം. ഡൽഹിയിൽ ഒരു സ്ത്രീ ഒരു സാന്റാക്ലോസിൻ്റെ തൊപ്പി തലയിൽ വെച്ചതാണ് അത് മതപരിവർത്തനമായി ചിത്രീകരിച്ച് അവരെ അധിക്ഷേപിച്ച സംഭവം. അതുപോലെ ഒഡീഷയിൽ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരൻ്റെ അന്നം മുടക്കിയ ഈ സാന്റാക്ലോസിൻ്റെ വസ്ത്രം ഇവിടെ വിൽക്കാൻ പാടില്ല എന്നുള്ള സംഭവം നമുക്കറിയാം. അതുപോലെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഒരു പാസ്റ്ററേയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പൊതുയിടത്ത് വെച്ച് ഹരാസ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഗവൺമെൻറ് അതുപോലെ തന്നെ ഈ പൊതു അവധി, ക്രിസ്മസ് ദിവസം അവധി അല്ലാതാക്കി പ്രഖ്യാപിച്ച സംഭവമുണ്ട്. റായ്പൂരിൽ, ഛത്തീസ്ഗഡിൽ വളരെ ഒരു ശവസംസ്കാര ചടങ്ങിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ശവസംസ്കാര ചടങ്ങിലേക്ക് കടന്നു വന്ന് അതിക്രമം അഴിച്ചുവിട്ടുകയും വളരെ മൃഗീയമായിട്ട് അവിടെ പെരുമാറുകയും ചെയ്ത സംഭവമുണ്ട്. അതുപോലെ ജബൽപൂരിൽ, മധ്യപ്രദേശിൽ വളരെ നമ്മുടെ മനസാക്ഷിയെ തന്നെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ പ്രചരിച്ചത് കണ്ടതാണ്. വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയോട് അവരുടെ വിശ്വാസത്തെ കുറിച്ച് അവരെ ഹരാസ് ചെയ്യുന്ന ആക്ഷേപിച്ചതുമായ സംഭവമുണ്ട്. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ജബുവയിൽ ഒരു കാത്തലിക് കമ്മ്യൂണിറ്റിക്ക് അവരുടെ ക്രിസ്മസ് ആഘോഷം നടത്താനുള്ള അനുവാദം നിഷേധിച്ച സംഭവമുണ്ട്. കൊൽക്കത്തയിൽ, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് വി ഹാവ് റിസീവ്ഡ് എ റയർ ഓഫ് ദ റയറസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ദിസ് സീസൺ. ഏറ്റവും അങ്ങേയറ്റത്തെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്. അപ്പോൾ ഇത് തികച്ചും അപലപനീയമാണ്. ഞാൻ താങ്കൾ അവസാനിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് വരാം. ഇത് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ ആണോ ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്താനോ വിമർശിക്കാനോ എന്താണ് സഭയുടെ നിലപാടെന്നുള്ള ചോദ്യത്തിന് ആദരണീയനായ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം ക്രിസ്മസ് വിരുന്ന് നടത്തി. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദരണീയനായ പ്രധാനമന്ത്രി വിരുന്ന് നടത്തി. സഭാ നേതാക്കൾ അല്ലെങ്കിൽ CSNI സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ അരമണിക്കൂറോളം അദ്ദേഹം ചെലവഴിച്ചു. അദ്ദേഹം ബൈബിളും അതുപോലെ തന്നെ കുരിശുരൂപമൊക്കെ അദ്ദേഹം കൈകളിൽ സ്വീകരിച്ചു. ഇങ്ങനെ നേതാക്കന്മാരൊക്കെയും തുറന്ന മനസ്സ് കാണിക്കുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന തന്നെ വട്ടുള്ള ആളുകളാണ് ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെടുന്നത് എന്നുള്ളതാണ്. ഞാൻ അതിൽ നിന്ന് പറയാം, ഞങ്ങൾ ഇതിനെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ ഉള്ള ഒരു കാര്യമെന്നൊരു രാഷ്ട്രീയപരമായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നേയില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദേശീയ പാർട്ടിയുടെ നേതാവും ഒക്കെ കാണിക്കുന്ന, സംസ്ഥാന നേതാവ് കാണിക്കുന്ന ഒരു തുറവി കാണിക്കുന്നത് ഈ അതിക്രമങ്ങൾ അവരുടെ നിലപാടല്ല എന്ന് അവർ കാണിക്കുകയാണ്. അപ്പോൾ പിന്നെ ആരാണ് ഇത് ചെയ്യുന്നത്? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇത് ചില വട്ടന്മാരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ പ്രസക്തമായ കാര്യം, നമ്മൾ ഈ ഉച്ചക്കിറുക്കെന്നൊക്കെ പറയുമല്ലോ, ഈ കിറുക്ക് സംതിങ് റിലേറ്റഡ് ടു സീസൺ. നമുക്ക് നല്ല വെയിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അനുകൂല സാഹചര്യത്തിലാണല്ലോ കിറുക്ക് ഇച്ചിരി രൂക്ഷമാവാനിടയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ കിറുക്കന്മാർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഗൗരവമായ വിജയം. അങ്ങനെയാണെങ്കിൽ ഭരണകൂടത്തോട് രാഷ്ട്രീയ
ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ ഭരണകൂടത്തോട്, രാഷ്ട്രീയ നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ബാധ്യതയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ കിറുക്കന്മാർ അവരുടെ കിറുക്ക് കൂട്ടിക്കൊണ്ടേ ഞാൻ അതാണ് ചോദിക്കുന്നത്. ഞാൻ ഇടപെടുകയാണ്. ഈ സമയത്തിന്റെ കുറവുള്ളതുകൊണ്ടാണ് ഫാദർ ടോം മൂലിക്കരോട്ട്. ഇപ്പൊ ഒരു ഭാഗത്ത് ഇത്തരത്തിലേക്ക് ഈ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നു, നല്ല കാര്യങ്ങൾ പറയുന്നു, വിരുന്നുകൾ നടത്തുന്നു, കേക്ക് തരുന്നു, അങ്ങനെ ഒരു നയതന്ത്രം അതവിടെ സ്ഥാപിക്കുകയാണ്. മറുഭാഗത്ത് താങ്കൾ തന്നെ എണ്ണി പറഞ്ഞല്ലോ ഈ 10 ക്രിസ്മസ് സമ്മാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, അത് കാത്തലിക് കണക്ട് പോർട്ടലിൽ വന്നിട്ടുള്ളതാണ്, അപൂർവമായ ക്രിസ്മസ് സമ്മാനം എന്ന പേരിൽ. ഞാനും അതേക്കുറിച്ച് കണ്ടിരുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് മറുഭാഗത്ത് നടക്കുന്നു. അത് BJPയുടെ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ നടന്നതിൽ ആരാണ്? BJPയുടെ ജില്ലാ പ്രസിഡന്റാണ് അഞ്ജു ഭാർഗവ. അവരുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതേതായാലും AI എന്നൊന്നും ആരും പറയും ഞാൻ കരുതുന്നുമില്ല. ഇതൊക്കെ ആയിട്ടും എന്ത് നടപടി ഉണ്ടായി എന്ന ചോദ്യമുണ്ട്. ഇതിനു മുൻപും നമുക്കറിയാം, പല ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് മലയാളി കന്യാസ്ത്രീകൾക്ക് നേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപൊക്കെ നടന്ന സംഭവങ്ങളൊക്കെയാണത്. മണിപ്പൂരിൽ എന്ത് സംഭവിച്ചു, ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പം ഈ ഭരണകൂടത്തിന് ഇതിൽ കൃത്യമായി തന്നെ നിങ്ങൾക്കൊപ്പമാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? ഇത് ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നിങ്ങളുടെ നിലപാട് എങ്ങനെയാണ് എന്ന ചോദ്യം ഞാൻ ഉയർത്തുന്നത്. ഫാദർ ടോം മൂലിക്കരോട്ട്. മാഡം, ഇവിടെ വളരെ കൃത്യമായി ക്രൈസ്തവ സമൂഹത്തിൻ്റെയും സിറോ മലബാർ സഭയുടെ നിലപാട് ഇങ്ങനെയുള്ള ഭ്രാന്തിൻ്റെ അഴിഞ്ഞാട്ടങ്ങളെ കർശനമായി നിയന്ത്രിക്കാനുള്ള സത്വര നടപടി ഗവൺമെൻറ് എടുക്കണം. ഗവൺമെൻറ് അതിനുള്ള സാധ്യതയുണ്ട്. നേതാക്കന്മാർ ക്രൈസ്തവർക്കൊപ്പമാണ്, ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് പറയുന്നു. ഭരണാധിപന്മാർ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇച്ഛാശക്തി ഇങ്ങനെയുള്ള ഹൂളിഗന്മാരുടെ, വട്ടന്മാരുടെ അഴിഞ്ഞാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ സത്വര അത്രയും സ്ട്രിക്റ്റായ ഒരു ടേംസിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാചകത്തിൽ അത് പറയാൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഞാൻ ഫാദറിനോട് ഉന്നയിക്കുകയാണ്. ഇപ്പോൾ മറ്റ് ചില സഭാ മേലധ്യക്ഷന്മാരൊക്കെ അത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. മുയലുകൾക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഓടുന്നു ഈ സർക്കാരിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തരത്തിലേക്ക് ശക്തമായി എന്തുകൊണ്ട് സിറോ മലബാർ സഭ പറയുന്നില്ല? ഇപ്പോഴും വിരുന്നുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു പക്ഷേ വിരുന്നുകളിൽ പങ്കെടുക്കുക അതൊരു ഔചിത്യത്തിൻ്റെ ഭാഗമാകാം, അല്ലെങ്കിൽ അതൊരു മര്യാദയുടെ ഭാഗമാകാം. അതിനപ്പുറത്തേക്ക് കൃത്യമായ വാക്കുകളിലൂടെ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടത് പ്രകടിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യം അത് പല ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടിട്ടുണ്ട്. മാഡം, വളരെ കൃത്യമാണ്. സിറോ മലബാർ സഭയുടെ നിലപാടുകൾ വളരെ കൃത്യമായി ഞങ്ങൾ ആദരണീയനായ പ്രധാനമന്ത്രിയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾ, ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇത് നിരന്തരം പറയുന്ന കാര്യമാണ്. അതിലപ്പുറം ഇവിടെ വീണ്ടും ആവശ്യപ്പെടാനുള്ള കാര്യം, നിയമം കൃത്യമായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിച്ചാൽ ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ അവസാനിപ്പിക്കും. അപ്പോൾ അതാണ് നമുക്കിവിടെ ആവശ്യപ്പെടാനുള്ളത്. ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുക. അത് സ്വീകരിക്കുമ്പോഴാണ് ഗവൺമെന്റിന് ഇരട്ടത്താപ്പില്ല എന്നുള്ളത് ഈ വോട്ട് കിട്ടുക, ഇപ്പൊ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറയുന്നത് എന്താണ് ഇപ്പോൾ BJPയുടെ വിലയിരുത്തലായി വന്നത് എന്നൊക്കെ രാഷ്ട്രീയമാണ് എങ്കിൽ പോലും അതൊക്കെ കൃത്യമായ അജണ്ടയോടെയാണ് എന്നുള്ളത് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവിടെ വിഷയത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോയതുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിനുള്ള കടമയുണ്ട്. അവരാ കടമ നിറവേറ്റണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് സിറോ മലബാർ സഭയുടെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നിലപാട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് പറയാം. ഈ പീഡനങ്ങൾ കൊണ്ട് തളർന്നു പോകാനാണെങ്കിൽ നീറോയുടെ കൊട്ടാരങ്ങളിലോ അല്ലെങ്കിൽ കൊളോസിയത്തിലോ അവസാനിക്കേണ്ട ഒരു മതമായിരുന്നു ക്രിസ്തു മതം. അത് 2025 വർഷത്തെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പീഡനങ്ങളെ അല്ല, ഇതിലും വലിയ പീഡനങ്ങളെ നേരിട്ടാലും ക്രിസ്തുവിൻ്റെ സന്ദേശത്തെയോ ക്രിസ്തുമസിൻ്റെ സമാധാനത്തിൻ്റെ സദ്വാർത്തയോ അത് തകർക്കാനോ തടയാനോ ആർക്കും സാധിക്കുകയില്ല എന്നുകൂടി പറയാൻ സ്നേഹപൂർവ്വം ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.